അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൗൺ അവസാനിച്ചു. ജനപ്രതിനിധി സഭയിൽ ധനാനുമതി ബിൽ പാസ്സായതോടെ 43 ദിവസം നീണ്ട സർക്കാർ സേവനങ്ങളുടെ അടച്ചുപൂട്ടൽ ഔദ്യോഗികമായി അവസാനിച്ചു. ഷട്ട്ഡൌണിനെ തുടർന്ന് $1100 കോടി സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ധനാനുമതി ബിൽ 209-നെതിരെ 222 വോട്ടിനാണ് പാസ്സായത്. 6 ഡെമോക്രാറ്റുകൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. അടച്ചുപൂട്ടൽ സമയത്തുണ്ടായ എല്ലാ പിരിച്ചുവിടലുകളും റദ്ദാക്കൽ, ഫെഡറൽ ജീവനക്കാർക്ക് നേരത്തെ ലഭിക്കാനുണ്ടായിരുന്ന ശമ്പളം ഉറപ്പു നൽകൽ എന്നിവ ധനാനുമതി ബില്ലിലെ വ്യവസ്ഥകളായിരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി വിഷയത്തിൽ ഡിസംബർ 2ാം വാരത്തിൽ വോട്ടെടുപ്പ് നടത്തുമെന്ന ഉറപ്പും ബില്ലിന്റെ ഭാഗമാണ്. ഡിസംബറോടെ അവസാനിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളുടെ കാലാവധി നീട്ടണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം ട്രംപ് ഭരണകൂടം അംഗീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് ധനാനുമതി ബിൽ ഡെമോക്രാറ്റുകൾ 6 ആഴ്ചയോളം സെനറ്റിൽ പരാജയപ്പെടുത്തിയിരുന്നത്. രാജ്യത്തെ 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ കഴിഞ്ഞ 43 ദിവസമായി നിർബന്ധിത അവധിയിലും 7,30,000 സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെയുമാണ് തൊഴിലെടുത്തിരുന്നത്. ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ $1100 കോടി ധനനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ജീവനക്കാർ അവധിയെടുത്തതിനാൽ അമേരിക്കയിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമടക്കം തടസ്സപ്പെട്ടിരുന്നു. ഷട്ട്ഡൌണിനെ തുടർന്ന് ഇന്നലെ അമേരിക്കയിൽ 900 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.